നടക്കണുണ്ടെന്നാ തോന്നണ. ബഹളം കേക്കണില്ലേ? പോടാ അവിടുന്ന്. ചെക്ക്. സുബ്രോ, എന്റെ മാസ്റ്റർ പീസ് കാണിച്ചു കൊടുക്കൂ. അതെടാ, അങ്ങനെ കളി കാണിച്ചു കൊടുക്കണേ. ആ, ഇനിയിപ്പോ ഇവന് പകരം തിരുമേനി കളിക്കും. അത് നടക്കില്ല പോളേട്ടാ. ഇതേ ചെക്കന്മാർ തമ്മിലുള്ള കളിയാ. അതിൽ ഇനി തിരുമേനി ഇടപെടണ്ട. അതെ, അതിന് മാറ്റൊന്നുമില്ല. ഇതാണ് ബ്ലൈൻഡ് ഫോൾഡ്. എന്തേ? പക്ഷെ ഇവിടെ കളിക്കണത് നമ്മുടെ സുബ്രു കണ്ടെത്തിയ ബ്ലൈൻഡ് ഫോൾഡ്. കളിക്കും. നീ ഇവിടെ നിന്ന് ടെൻഷൻ അടിക്കാതെ കളിയൊന്ന് പോയി കാണണ്ട. കളി മാത്രല്ലേ ചേച്ചി ഇപ്പൊ എന്റെ പ്രശ്നം. ആ മത്തായി സാറിന്റെ കാശ് എങ്ങനെ കൊടുത്തു തീർക്കുമെന്ന് ഓർക്കുമ്പോഴാ ടെൻഷൻ. കാലാള് 13-ന്ന് 29-ലേക്ക്. കുതിര 2-ന്ന് 19-ലേക്ക്. കുതിര 7-ന്ന് 22. ഈ കളി ഇങ്ങനെ മത്സരിക്കാനുള്ളതൊന്നും അല്ലല്ലോ. ഒരു നേരം പോക്കിന് കളിക്കുന്നല്ലേ ഉള്ളൂ. ചേട്ടാ, ഓ നിങ്ങളെ ചെക്കനല്ലേ, അവൻ ജയിക്കും. ദൈവമേ, കാലാള് 12-ന്ന് 28. കാലാള് 14-ന്ന് 30. ആന 3-ന്ന് 39. എന്തായി വനചേട്ടൻ, അവിടെ ഭയങ്കര ബഹളമൊക്കെ കണ്ടല്ലോ, അങ്ങോട്ട് പോയില്ലേ? അങ്ങോട്ട് പോകാനുള്ളൊരു മാനസികാവസ്ഥയില്ല. ദൈവമേ, എത്ര നേരമായി തുടങ്ങിയിട്ട്. അവൻ്റെ ഒരു ജ്യൂസേ നമ്മുടെ പിള്ളേർക്കൊന്നുമില്ലെന്ന് അവൻ്റെ വിചാരം. സക്കീറേ, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇത് കണ്ടാ ഓ തകർക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കിടാവും എടുക്കണല്ലേ. കുതിര 19-ന്ന് 28. സുബ്രോ, സുബ്രോ, ഇങ്ങടാ പിടിക്കടാ. വേണ്ട വേണ്ട. മന്ത്രി 19-ന്ന് 5-ലേക്ക്. ആന 39-ന്ന് 43-ലെ കുതിര വെട്ട്. എൻ്റെ മനസ്സിനാകെ ഒരു വല്ലായ്മ. സാരില്ലേ വനചേട്ടാ, എല്ലാം ശരിയോ. തേര് 8-ന്ന് 6-ലേക്ക്. തേര് 8-ന്ന് 6. ഇവിടെ സുബ്രു ആരാന്നാ കരുതിയേ? ആന 20-ന്ന് 6-ലേക്ക് വലിച്ചു. വനചേട്ടാ, ഭയങ്കര കയ്യടിയാണല്ലോ അവിടെ കേൾക്കണേ. നമുക്കൊന്ന് പോവല്ലേ? ഞാൻ പറഞ്ഞ എന്നെ
കണ്ടു കഴിഞ്ഞാൽ തന്നെ മത്തായി സാറിന് അങ്ങനെയൊക്കെ പേടിച്ച എന്തെങ്കിലും നടക്കൂ. ബ്രോ കാര്യങ്ങൾ ഏകദേശം ഓക്കെ ആവും കേട്ടാ. കുട്ടി പേടിച്ചോടുന്നുണ്ട് കേട്ടോ. തോന്നുന്നുണ്ട്. വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലേ. സാർ നിർബന്ധിച്ചിട്ടല്ലേ ഇപ്പൊ കളിപ്പിച്ചേ. എന്നിട്ട് ഇപ്പൊ എന്റെ കുഞ്ഞിനെ ഇങ്ങനെ തല്ലി. ഇനി ആ കുട്ടിനെ തല്ലരുത്. നിങ്ങൾ പറഞ്ഞ പോലെ അവൻ കളിച്ചു തോപ്പിച്ചു. ഇനി അവനെ തല്ലരുത്. അവരുടെ പിന്നെ നോക്കിയോടാ. മത്തായി വാക്കുറഞ്ഞ വാക്കാ. എന്റെ മുതലേ എനിക്ക് വേണ്ട. നീ ഇതല്ല തിന്നി. എന്റെ മുതലേ 4 നേരം ഒന്ന് വിടണം. ഈ വക കള്ളക്കളി. അവനോ കള്ളൻ. അവന്റെ മക്കൾ അവനെക്കാളും വലിയ. നീ കാരണം ഇവനിട്ട് കിട്ടിയേ. ഞാൻ എന്തൂട്ട് ചെയ്തെന്നാ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവിടെ പോകണ്ടെന്ന്. അവളൊന്നും ചെയ്തിട്ടില്ല അച്ഛാ. തോക്കുന്ന ആ കുട്ടിയും അവരാരും കരുതിയിട്ടില്ല. അതിന്റെ ദേഷ്യം തീർത്തതാ. അവര് പറഞ്ഞിട്ട് എന്തിനാ? കുട്ടികളെ കൊണ്ടുപോയി കളിപ്പിച്ചതാരാ? നീ എന്ത് വർത്താനാടി ഈ പറയണേ? ഞാൻ കളിപ്പിച്ചെന്നോ? ആ മത്തായിയെ തടയാൻ എനിക്കാവോ? ആർക്കെങ്കിലും ആവോ? ആയാലും ഇല്ലേലും പറ്റിയത് എന്റെ കുട്ടികൾക്കാണല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ചെസ് എന്നും പറഞ്ഞ അമ്പലപ്പറമ്പിലുള്ള ആ ഇരിപ്പുണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം. അയാളുടെ കാശ് നമുക്ക് എങ്ങനെയും തിരിച്ചു കൊടുക്കാം. നമുക്കത് വേണ്ട. വനജ, 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 ഒന്ന് എണീക്കടാ. വനജ, ദാ വരുന്നു. ആ എന്താ വാസുവേട്ടാ? നമ്മുടെ സുബ്രു എണീറ്റില്ലേ? ഇല്ല. എന്താ? സുബ്രുവിനെ വിളിക്കേ. സുബ്രു, വിളിക്കണോടാ. സുബ്രു, സുബ്രു ഒന്ന് എണീറ്റ് വാടാ. വാസുവേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഡാ ഇതൊന്നും നോക്കടാ. ഇത് ഇന്നലത്തെ കളിയിലാണല്ലോ അച്ഛാ. ഇവനെ ചെസ് പഠിപ്പിച്ചത് നിങ്ങളാണ്? അങ്ങനെയൊന്നും ഇല്ല സാറേ. എനിക്ക് ഈ കളിപ്പാട്ടത്തിന്റെ കച്ചവടമായിരുന്നു. കൂട്ടത്തിൽ ചെസ് ബോർഡും ക്യാരംസ് ബോർഡും അങ്ങനെ പലതും. ഇവനാണെങ്കിൽ വീട്ടിൽ ഒരിക്കലും അടങ്ങിയിരിക്കുക. എപ്പോഴും എന്തെങ്കിലും കളിച്ചോണ്ടും ചെയ്തോണ്ടും ഇരിക്കും. എനിക്കങ്ങനെ ഇവന്റെ ഒപ്പം ഓടിപ്പാഞ്ഞ് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ പറ്റുന്നൊരു കളിന്ന് വെച്ചാൽ ചെസ്സാ. അതാവുമ്പോ ഒരിടത്തിരുന്ന് കളിച്ചാൽ മതി. പിന്നെ കുട്ടികൾ കടലയൊക്കെ വിറ്റിട്ട് വരുമ്പോ ഓളേട്ടനും തിരുമേനിയും എല്ലാരും കൂടെ വട്ടമിട്ടിരുന്ന് ചെസ് കളിക്കുന്നുണ്ടാവും നമ്മുടെ ഗ്രൗണ്ടില്. കുഞ്ഞായിരിക്കുമ്പോ തൊട്ടേ ഇവൻ അതാ കാണുന്നത്. പിന്നെ പിന്നെ അവനും അവരുടെ കൂടെ കളിക്കാൻ തുടങ്ങി. ഇവന്റെ തിരിഞ്ഞിലെ കളിയില്ല, തമാശക്കാണെങ്കിലും ഇതൊക്കെ എവിടുന്നാ? അച്ഛൻ പഠിപ്പിച്ചെന്താ? ഇതൊന്നും വലിയ കഴിവല്ല സാറേ. നമ്മുടെ കുട്ടികൾ ഊണ് കഴിക്കാതിരിക്കുമ്പോ നമ്മൾ ഓരോന്നും പറഞ്ഞ് പറ്റിച്ച് ഊണ് കഴിപ്പിക്കില്ലേ? അതുപോലെ കുറെ കളിച്ചു കഴിയുമ്പോ കളി മടുത്തവൻ പുറത്തിറങ്ങും. അപ്പോ പിന്നെ ബുദ്ധിമുട്ടുള്ള കളികൾ കളിക്കാൻ എന്നോട് പറയും. അപ്പൊ അതിന് രക്ഷപ്പെടാൻ ഈ കളിയിൽ തന്നെ എന്തെങ്കിലും പുതുമകൾ കണ്ടെത്തും. അങ്ങനെ ഒരു പൊട്ടം കളിയാണ്. ഏയ് ഇതൊന്നും ഒരു പൊട്ടം കളിയല്ല. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ജീവിതം തന്നെ ഒരുതരം പൊട്ടം കളിയാ സാറേ. ചേട്ടാ അതാ അങ്ങോട്ട് നോക്കിയേ, പാറമേക്കാവ്. ആദ്യമായിട്ടാ നീ പാറമേക്കാവ് കാണുന്നേ? പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല അച്ഛാ, കാറിനുള്ളിൽ നിന്ന് കാണുമ്പോ വേറെ പോലെയാ കാണണേ. എന്താ രസം. സാർ, കണ്ണി കണ്ട കപ്പലിൻ്റെ കച്ചവടക്കാരുടെ ഉന്തുവണ്ടിക്കാരുടെയൊക്കെ മക്കൾക്ക് അഡ്മിഷൻ കൊടുത്ത് നമ്മുടെ റെപ്യൂട്ടേഷൻ സ്പോയിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സാർ, സുബ്രഹ്മണ്യൻ അഡ്മിഷൻ കൊടുത്തോണ്ട് ഈ സ്കൂളിന് ഗുണം മാത്രമേ ഉള്ളൂ. ഈസ് കേപ്പബിൾ ഓഫ് വിന്നിംഗ് ഈവൻ ഇന്റർനാഷണൽ ടൈറ്റിൽസ്. ഈസ് സച്ച് എ ജീനിയസ്. ശരി, പക്ഷെ ഈ കുട്ടി തന്നെ വേണമെന്ന് മുന്നിൽ എന്തത്ര നിർബന്ധം? More than 1,000 students are studying here. Why can't you just go ahead and find some really talented players among them? ഇതൊക്കെ പോട്ടെ, മുനീബിന് എന്തിനാ ഇത്രയ്ക്ക് ഓവർ എന്തൂസിയാസം? അതും ഒരു സബ്സ്റ്റാൻഡേർഡ് സർക്കാർ സ്കൂൾ സ്റ്റുഡൻറ്റിൻ്റെ കാര്യത്തിൽ. സബ്സ്റ്റാൻഡേർഡ് സർക്കാർ സ്കൂൾ സ്റ്റുഡൻറ്റ്. ഈ പറഞ്ഞ സബ്സ്റ്റാൻഡേർഡ് സർക്കാർ സ്കൂളിൽ പഠിച്ച പലരും ലോകത്ത് അത്ഭുതങ്ങൾ കാണിച്ചവരാണ്. ഓക്കെ ലെറ്റ് us wind up our arguments. ഈ അക്കാഡമിക് ഇയറിൽ ഈ കുട്ടി ഇവിടെ പഠിച്ചോട്ടെ. ഒരു കൺസിഡറേഷൻ, ബാക്കിയെല്ലാം അതിന് ശേഷം ആലോചിക്കാം. ഓക്കെ? അപ്പോൾ കാര്യങ്ങളൊക്കെ മുനീബ് പറഞ്ഞു കൊടുത്തല്ലോ. യെസ് മാം.
മാനേജ്മെന്റ് ഇതൊരു സ്പെഷ്യൽ കേസായിട്ട് പരിഗണിച്ചതുകൊണ്ട് അഡ്മിഷൻ ഫീസും ടെർമിനൽ ഫീസും ഒക്കെ അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതല്ലാതെയുള്ള ചില അഡീഷണൽ എക്സ്പെൻസസ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ മാനേജ് ചെയ്യണം. സമ്മതാണല്ലോ? സമ്മതം. താങ്ക്സ് മാഡം. ഓൾ ദി ബെസ്റ്റ് സുബ്രഹ്മണ്യൻ. അപ്പോൾ ടി സി ആയിട്ട് വന്ന് കുട്ടിയെ ചേർത്തോളൂ കേട്ടോ. മാഡം, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ടെൽ മീ. മോൻ്റെ കൂടെ മോൾ കൂടി ഒരു അഡ്മിഷൻ ശരിയാക്കി തരാൻ പറ്റുമോ? നോ നോ മിസ്റ്റർ വനജൻ, ഇത് തന്നെ ഒരു ഫേവറായിട്ട് ചെയ്തു തരുന്നത്. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. മാം പ്ലീസ്. മുനീബ്, സോറി, നടക്കില്ല. ഓ വാ. ഇക്കൊല്ലം കൊണ്ടുപോകാതിരുന്നൂടെ ഇവിടുന്ന്? പ്രതീക്ഷിക്കാതെ കിട്ടിയ ചാൻസ് ആയതുകൊണ്ട് തട്ടിക്കളയാൻ തോന്നിയില്ല മാഷെ. ഇങ്ങോട്ട് വന്ന ഭാഗ്യമല്ലേ ഇത്. കൊണ്ടുപോകണ്ടെന്നല്ല പറഞ്ഞത്, ഓരോ വർഷവും കുട്ടികൾ കുറഞ്ഞു വരികയാണ് സ്കൂളിൽ, അതുകൊണ്ട് പറഞ്ഞതാ. നന്നായി വരട്ടെ. എനിക്ക് സ്കൂളിൽ പോകണ്ടച്ചാ, നമ്മുടെ സ്കൂൾ തന്നെ മതി. സ്കൂളിൽ പോകണ്ട? എന്താ ഇപ്പം എങ്ങനെ തോന്നാൻ? ചേർന്ന് കഴിഞ്ഞിട്ടാണോ ഓരോന്നൊക്കെ പറയുന്നത്? ഇവളില്ലാതെ പോവാൻ എനിക്ക് തോന്നണില്ല. അതാ നല്ലത് ചേട്ടാ, പോണ്ട. അവിടെ ഒരു രസം ഉണ്ടാവില്ല, ഒരു ജാതി പത്രാസുകാരാ. ഓ പിന്നെ നിനക്കല്ലേ അറിയാവുന്നത്, ഒന്നും മിണ്ടാണ്ടിരുന്നു അവിടെ. ഇവൾക്ക് എന്താ പ്രശ്നം എന്നറിയോ? അഡ്മിഷൻ കിട്ടാത്തതിന്റെ കുശുമ്പ. ആർക്ക് വേണം? അമ്മേ നീ വാടാ, കഴിച്ചിട്ട് പോടാ. അവിടെയൊക്കെ പഠിക്കാൻ പറ്റണ എന്നെ മഹാഭാഗ്യ. കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ടായിക്കോളും. അതൊന്നും സാരില്ലടാ. ഈ വർഷം കഴിഞ്ഞാൽ എന്തായാലും വേറെ സ്കൂളിൽ പോകേണ്ടതല്ലേ. ഒരാഴ്ച കഴിയുമ്പോൾ ഈ സ്കൂളും നിന്റെ സ്കൂളാകും. പോയിട്ട് വാടാ. അമ്പു ഒന്നും പേടിക്കണം, ഞാൻ നോക്കാം. ബൈ ബൈ. ഓക്കെ. ഗുഡ് മോർണിംഗ്. മോർണിംഗ് മോർണിംഗ്. ഒന്നും പേടിക്കണ്ട കേട്ടോ. സാർ ഗുഡ് മോർണിംഗ്. സാർ മോർണിംഗ്. എന്താ സൂപ്പർ? സാർ ഒരു മിനിറ്റ്. സാർ ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അച്ഛാ, അമ്പുവിനെ ഒറ്റയ്ക്ക് സ്കൂളിൽ വിടണ്ട കേട്ടോ. അച്ഛൻ അവളെ കൊണ്ടാക്കില്ലേ? ശരി, പോകും. സുബ്രു, ഇത് വേറെ ലോകമാണ്. നീ ആദ്യം പഠിച്ച സ്കൂളിൽ നിന്ന് എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും നമുക്കിവിടെ. ആദ്യം കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും, പിന്നെ അത് മാറണം. ഗുഡ് മോർണിംഗ് സർ. വാ.
no, no. No, no, no. It's him. Really, he has defeated Rohan. No, you can't sit here. Take it. Please sit. Hi, what's your name? Subramanian. My name is Jahan. Where are you coming from? Pungunam. Your previous school? Pungunam. Who all are there in your house? Achan, Amma.